ഹലോ, എത്ര തവണയായിട്ട് ഞാൻ വിളിക്കുക, എന്താ നിങ്ങൾക്ക് ഫോൺ എടുത്തിട്ടൊന്ന് മറുപടി പറഞ്ഞാൽ എന്താ? പൊന്നെ, ഞാൻ ജോലി സംബന്ധമായിട്ട് നിൽക്കൂല. നിങ്ങൾക്ക് മാത്രം എപ്പോഴും ജോലി ജോലി ജോലി. എന്റെ കാര്യം എന്തെങ്കിലും നിങ്ങൾ അന്വേഷിക്കുന്നുണ്ടോ? എന്റെ പൊന്നെന്തെങ്കിലും കഴിച്ചോ? കഴിച്ചോ? നീ വാ തുറന്ന് പറയാൻ കഴിച്ചോ? എത്ര തവണ ഞാൻ കണ്ണടച്ച് കാണിച്ചു ഞാൻ കഴിച്ചില്ല 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 എന്നുള്ളത്? ഞാൻ വീഡിയോ കോളല്ലോ ചെയ്ത്, ഓഡിയോ കോളല്ലേ? നീ കണ്ണടച്ച് കാണിച്ചാൽ ദൂരെ നിന്ന് ഞാൻ അങ്ങനെ ഊഹിച്ചെടുക്കും. ഓ, ഞാൻ ദൂരെ നിന്ന് കാണിക്കുന്ന ഒന്നും നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. അപ്പുറത്തെ ബിന്ദു അവളുടെ ബാത്റൂമിൽ നിന്ന് ഏത് സോപ്പിട്ടാ കുളിക്കുന്നതെന്ന് വരെ നിങ്ങൾ വ്യക്തമായിട്ട് പറയത്തില്ല എന്നോട്. അയ്യോ, അത് മണം കൊണ്ടല്ലയോ? മണം കൊണ്ടല്ല, നിങ്ങളുടെ കോണം കൊണ്ട്. ഇനി ഏത് സ്ഥലത്താണ് പോകുന്നതെങ്കിലും എന്നെ കൂടെ കൊണ്ടുപോകണം. മോളെ കൂടെ കൊണ്ടുപോയി കളാ ഞാൻ. മിസ് ചെയ്യും. നിന്നെ കൊണ്ടോ? ഞാൻ മിക്സിയുടെ കൊണ്ടുപോകണോ? മിക്സിയിലല്ലെന്ന്, മിസ് ചെയ്യും. ഞാൻ നാളെ തന്നെ ഗുരു എന്റെ പൊന്നുമോളെ സമാധാനത്തേക്ക് നമ്മുടെ ഡോവർമാനെ അഴിച്ചങ്ങോട്ട് വിട്. പട്ടിയെ ഞാൻ നേരത്തെ അഴിച്ചു വിട്ടായിരുന്നു. ഇക്ക മൂലേര് വയലില് പറയണേ, സ്വന്തം ഭാര്യന്റെ മുഖത്തേക്ക് ഇങ്ങനെ ചിരിച്ചോണ്ട് നോക്കി നിക്കണത് പുണ്യപ്രവൃത്തിയാന്ന് അത്ര പഠിച്ചോൻ പറഞ്ഞിക്കണ്. പഠിച്ചോനറിയാ അത് നല്ല ബുദ്ധിമുട്ടുള്ള കാര്യാന്നുള്ളത്, അതുകൊണ്ടല്ല പുണ്യപ്രവൃത്തിയാക്കിക്കണേ. പഠിച്ചോനെപ്പോഴും റിസ്ക് ഉള്ള ടാസ്ക് അല്ലേ തരുള്ളൂ. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും? എന്റെ എന്താണ് തന്റെ സൂക്കേട്? എനിക്ക് പനി, ചുമ, തലവേദന. അതല്ല, എന്താ തന്റെ സൂക്കേടെന്ന്? എന്നാ അങ്ങനെ ചോദിച്ചാ? എടോ, ഒരു പെണ്ണിനെ ഇങ്ങനെയാണോ നോക്കേണ്ടത്? അത് എന്റെ അസുഖത്തിന്റെ കുഴപ്പമാ. എന്താ അസുഖം? എനിക്ക് ഇങ്ങനെ കളർഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒക്കെ കാണുമ്പോൾ ഞാൻ അറിയാം. നിനക്ക് എന്നാ കുഴപ്പം? നീ ഇപ്പൊ നല്ല സുന്ദരിയല്ലേ? അപ്പൊ ഇന്നലെ ഞാൻ കോന്തിയായിരുന്നോ? ഇനി നീ പണ്ടും ഇപ്പോഴും സുന്ദരിയാ. അപ്പൊ നാളെ ഞാൻ സുന്ദരി അല്ലാതാവോ? അയ്യോ, ഒന്നും മേലല്ലോ. ഒന്നും മിണ്ടാൻ പറയാൻ പറ്റില്ല നിന്നോട്. അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് എന്റെ അടുത്ത് മിണ്ടാനും വയ്യ. ആര് കെട്ടിപ്പിടിക്കാൻ വന്നാലും നിങ്ങളങ്ങ് നിന്നു കൊടുക്കോ മനുഷ്യ? അതവളെ എന്റെ അമ്മാവന്റെ മോളല്ലേ? അമ്മാവന്റെ മോളാണെങ്കിൽ എന്താ, നിങ്ങൾക്ക് ഒഴിഞ്ഞു മാറാൻ പാടില്ലായിരുന്നാ? ഒഴിഞ്ഞു മാറാൻ പാടില്ലായിരുന്നോ നിങ്ങക്ക്? അവള് വന്ന് അങ്ങനെ ചെയ്തപ്പോ ഞാൻ അയ്യോ, അവള് വന്നങ്ങ് ചെയ്തപ്പോ അങ്ങ് നിന്നു ഒഴിക്കുവാ കെട്ടിപ്പിടിക്കാനായിട്ട്. നീ തീർന്നടാ, നീ തീർന്നു. ഇതാട്ടോ ചാവി. ചാവി വേണ്ട, ഞാൻ ബസ്സിനാ പോകുന്നത്. അതെന്താ ഇന്നലെ വരെ ഓഫീസിലേക്ക് ഈ വണ്ടിയിലാണല്ലോ പോയത്? കനത്ത മഴയൊക്കെ അല്ലേ, റോഡിലൊക്കെ എന്തൊക്കെ അപകടമുള്ളതെന്ന് അറിയോ? ബസ്സാ സേഫ്. ബസ്സിന് പോവുകയാണെങ്കിൽ പ്രൈവറ്റ് ബസ്സിന് പോയാൽ മതി. KSRTC ഓർഡിനറി ഏറ്റങ്ങൾ പോയിന്ന് ഞാൻ അറിഞ്ഞാല്. എന്നാ ചാവി തന്നെ, ഞാൻ വണ്ടിക്ക് പോവാം. ഒരു കഥ പറയട്ടെ. ഒരിടത്തൊരു യുവതി സന്തോഷത്തോടുകൂടി ജീവിച്ചിരുന്നു. ഒരിക്കൽ അവൾ ഒരു വിവാഹം കഴിച്ചു. കഥ കഴിഞ്ഞു. അല്ലാത്ത എന്നെ പോയിരിക്കണം, ഏതൊരു അമ്പലത്തിൽ ഉരുളാൻ പോയിരിക്കും. കല്യാണം കഴിച്ചോണ്ട് എന്താ കുഴപ്പം? അത് ശരിയാവത്തില്ലെന്ന്. എന്ത്? നമ്മള് രണ്ടുപേരും കൂടെ കല്യാണം കഴിച്ചു അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് രണ്ടുപേർക്കും ഒരു വർഷത്തിന് മുമ്പ് തന്നെ ഒരു വർഷം നമുക്ക് പെട്ടെന്ന് കൊച്ചുങ്ങളാവില്ല. ഇന്ന് അവർക്ക് അതൊരു വിഷമം ഇല്ലടി. അയ്യോ, അത് ശരി. അപ്പൊ നിങ്ങളെ സഹോദരി പ്രസവിച്ചു കഴിഞ്ഞാൽ എന്നെ കൊണ്ടുപോകും. ഇസ് എ ട്രൂത്ത്? ട്രൂത്ത്.